ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. മഞ്ഞപ്പടയുടെ ആവേശപ്പോരിനിയെന്ന് ആരാധകർ കാത്തിരിപ്പോടെ. അവസാന മത്സരങ്ങളെല്ലാം തോൽവിയും സമനിലയുമായി കഴിഞ്ഞതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരാശയിലായിരുന്നു. എന്നാൽ ചെന്നൈയിൻ എഫ്സിയെ മറുപടിയില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് അത് തിരിച്ചുപിടിച്ചു. ഇനി സന്തോഷത്തിൻ്റെ രാവുകളാവട്ടെ എന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്നാൽ അടുത്ത മത്സരത്തിനി അധിക ദൂരം കാത്തിരിക്കേണ്ടതില്ല. വ്യാഴാഴ്ച വൈകിട്ട് 7:30 മത്സരം. മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ തിങ്ങി നിറയുന്ന ആരാധകക്കൂട്ടം അവിടെ കാണാൻ സാധിക്കും. തോൽവിയിലും ഗാലറികൾ നിറയാറുണ്ട്. അതാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത. കാരണം അവിടെ പന്ത് തട്ടുന്നത് അവരുടെ സ്വന്തം മഞ്ഞപ്പടയാണ്. ഇതുവരെ ഒരു കിരീടമില്ലാതിരുന്നിട്ടും കൈവിട്ടില്ല മഞ്ഞപ്പടയെ. അതാണ് ഈ മഞ്ഞക്കൂട്ടത്തിൻ്റെ പ്രത്യേകത. തോൽവിയിലും വിജയത്തിലും ഒപ്പമുണ്ടെന്ന ഒറ്റ വാക്ക്. അതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ. അടുത്ത മത്സരം FC ഗോവയുമായിട്ടാണ്. നിലവിൽ 9 മത്സരങ്ങളിൽ നിന്ന് 11 പോയിൻറ്റുമായി 9ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ 8 മത്സരങ്ങൾ മാത്രം കളിച്ച FC ഗോവ 12 പോയിൻറ്റുമായി 6ാം സ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഭയക്കേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സ്. എങ്കിലും ആ മഞ്ഞക്കടലിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ. സൂപ്പർ താരങ്ങളെല്ലാം വമ്പൻ ഫോമിലാണ്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും നോഹ സദോയിയും എല്ലാം മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗോൾ സ്കോർ ചെയ്ത് KP രാഹുലും മിന്നിത്തിളങ്ങുന്നു. ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷയിൽ തന്നെയാണ്. സീസണിൽ മികച്ച കളികൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തതെങ്കിലും ചില ഗോളടിക്കാനുള്ള മറവിയും അതുപോലെ തന്നെ ഡിഫൻസിലെ ചില പിഴവുകളും മാത്രം ബ്ലാസ്റ്റേഴ്സിനെ തോൽവിയിലേക്കും സമനിലയിലേക്കും തള്ളിയിടുന്നു. ഒന്നാഞ്ഞു പിടിച്ചാൽ ഈ സീസണിലെ കിരീടം ബ്ലാസ്റ്റേഴ്സിന് ചൂടാം. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തും.